നീ പിരിച്ചുവിട്ട് എനിക്ക് മലരാടാ. എന്റെ ചൂണ്ടുണ്ട്, ഞാൻ ചൂണ്ടിട്ട് ചോദിച്ചോളാം. എന്റെ പുതിയ യൂട്യൂബ് ചാനലിന്റെ പേര് അരാപ്പയ്മ. ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി സബ്സ്ക്രൈബ് ചെയ്യടാ. എന്താടാ സുരപ്പൻ നിന്നെ പിരിച്ചുവിട്ട്? എന്ത് പറ്റി? പണിക്ക് പോയിട്ട് ഞാൻ അരി വെപ്പാണെന്ന്. ബിരിയാണി അരിയാണ് അത്ര ഞാൻ വെക്കണം. ഒരു കച്ചമ്പറോലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ട് അവൻ നമ്മക്കിട്ട് ഉണ്ടാക്കാൻ. നല്ല പണിയായിരുന്നു. കളഞ്ഞില്ല. എല്ലാഴ്ചയും സാലറി എന്താ പുളിക്കോ? ഞാൻ പിന്നെ മൂഞ്ചാണ് ഇവിടെ ഈ ചൂണ്ടയെ പിടിച്ചിരിക്കണം. 2 ചെമ്പലിനെ കെട്ടിക്കഴിഞ്ഞാൽ പള്ളർക്കാനുള്ള കാശ് കിട്ടും. അത് പോരടാ. ഈ കുഞ്ഞു ചൂണ്ട ചെമ്പലൊന്നും കൊത്തൂലടാ പൊട്ട. ചെമ്പലിക്ക് എന്താ മക്കളില്ലേ? ഞാൻ അവന്മാരെ പിടിച്ചോളാം. അങ്ങാട് കൊത്തുമീനെ 1.5 മണിക്കൂറേതാ ഇവിടെ നിൽക്കണം. താ ഒരു കരിങ്ങാട്ടിനെങ്കിലും പിടിക്കോ? വെറുതെ അല്ലടാ. മണി 11 മീനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഇനി 12 രേമ്പളെ കൊത്തോളൂ. എന്നാലും വിശപ്പുള്ള മീനുണ്ടാവും. അവന്മാരെ പിടിക്കാം. നോസി ഒരു പൂനാട്ടിനെങ്കിലും പിടിച്ച് കണ്ടാ മതി. ഇൻസൾട്ട് ചെയ്തോ? പക്ഷെ കുറച്ച് കഴിയുമ്പോ വാഗപരാല് വരും. കൊത്തേം ചെയ്യും, ഞാൻ പൊക്കേം ചെയ്യും. എന്നിട്ട് നിന്റെ മോന്ത എനിക്കൊന്ന് കാണണം. ഞെട്ടിക്കും ഞാൻ നിന്നെ. ഇപ്പൊ കൊത്തിയോളാം. ഭാഗ്യായിരിക്കും. ഷാർക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ലല്ല, ഇത് പാണാൻ പള്ളത്തിയായിരുന്നു. എന്റെ പൊന്നൂർസ്, ഞാൻ നിനക്ക് കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചാൽ ഈ ചൂണ്ടിയിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മിനിമം ചൂണ്ടിയിടാണെങ്കിലും അറിയാം. ഞാൻ സുരപ്പനോട് സോറിയും പറഞ്ഞു പോയി പണിക്ക് കയറാൻ നോക്ക്. എനിക്ക് മീന്റെ പൾസറിയാം. ഓ, വെയിലത്ത് നിന്നിട്ട് എന്റെ തല കറങ്ങണം. താൻ എന്തിനെങ്കിലും ഒന്ന് പൊക്ക്. കൊത്തി 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 കിട്ടിപ്പോയി. ഞാൻ കുളിക്കിറങ്ങിയപ്പോ എന്നെ മിസ്സായതിന് ഷഡ്ഡി ടാങ്കി ജ്യൂസാ. ഞാൻ ഞെട്ടി. വെറുതെ മീനൊന്നും കൊത്താത്ത ഈ കടവ് മലിനമാക്കി. മീനൊക്കെ നാട് വിട്ട് നടുക്കോട്ട് പോയി. ഇനി ഏറ് കൊണ്ടിട്ടാലേ കിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ പോയി ഏറ് കൊണ്ട് എടുത്തിട്ട് വരാം. എന്ത് പണിയാടെ കാട്ടി.